ഈ വീഡിയോയിൽ നമ്മൾ ഇസ്രായേലിൽ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലോട്ടാണ് പോകുന്നത്. ഇസ്രായേൽ ഏതാണ്ട് 90ഓളം പാലസ്തീനിയൻ തടവുകാരെ വിട്ടയച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അവർ 2 വോൾവോ ബസ്സിലായിട്ടാണ് കൊണ്ടുപോയത്. വെസ്റ്റ് ബാങ്ക് ഭാഗത്തായിട്ടും ഈസ്റ്റേൺ യെരുസലേമിന്റെ സൈഡിലായിട്ടാണ് അവരെ 2 സ്ഥലത്തായിട്ടാണ് ഹാൻഡ് ഓവർ ചെയ്തത്. 78 + 12 ആ രീതിയിലാണ് അവരെ വിട്ടയച്ചത്. അപ്പോൾ ഇത് റെഡ് ക്രോസ് ഉണ്ടായിരുന്നു അവിടെ വിറ്റ്നസിന് വേണ്ടിയിട്ട്. ഇതിൽ മെജോറിറ്റി ആയിട്ട് വരുന്ന ആൾക്കാർ ഈ ഒരു വെസ്റ്റ് ബാങ്ക് ഭാഗത്ത് നിന്ന് പിടിക്കപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ടാണ് അവരെ അവിടെ റിലീസ് ചെയ്തത്. വാർ തുടങ്ങിയതിന് ശേഷം IDF ഗ്രൗണ്ട് ഫോഴ്സ് ഗാസയ്ക്കുള്ളിൽ ഇറങ്ങിയതിനു ശേഷം യുവമാരെ കാണാനില്ലായിരുന്നു. മനസ്സിലായി? അതിനു മുമ്പൊക്കെ അവർ ഭയങ്കര വീരശൂര പരാക്രമികളാണ്. പെട്ടെന്ന് തോക്കെടുത്ത് നേരെ പിടിക്കും, നെറ്റിയിൽ മറ്റേ റിബൺ എടുത്ത് കെട്ടും, പെട്ടെന്ന് മുഖമൊക്കെ മറച്ചിട്ട് ഒരു ടീമായിട്ട് മാർച്ച് നടത്തും. പല പരിപാടികളും ചെയ്യുമാർ, പല അഭ്യാസങ്ങളും കാണിക്കും. അതൊക്കെ യുവമാരുടെ ഒരു ടെക്നിക്കാണ്, അത്രയേ ഉള്ളൂ. IDF ഗാസയ്ക്കുള്ളിൽ ഗ്രൗണ്ട് ഓപ്പറേഷൻ ഇറങ്ങിയതിനു ശേഷം ഒറ്റ ഒരെണ്ണത്തിന് കാണാനില്ല. അത്രയും പേടിത്തൊണ്ടമാരാണ്. ആ രീതിയിൽ പേടിച്ച് ഏതെങ്കിലും പൊത്തിനകത്ത് പോയി ഒളിച്ചിരുന്നവരാണ്. ഇപ്പൊ വന്നിട്ട് വലിയ വീരവാദം, ഇപ്പം വന്നിട്ട് എന്തോ നേരിട്ട് നിന്ന് ഫൈറ്റ് ചെയ്ത് പൊരുതി ഗാസയെ അങ്ങ് വിജയിപ്പിച്ചതുപോലെയുള്ള ഒരു ഡയലോഗൊക്കെ അടിച്ചുകൊണ്ടാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ എപ്പോഴും പൊളിയാണ്. ഇനിയും ഒരുപാട് സംഗതികൾ ഉണ്ടാവും. യുവമാര്, അതായത് ഈ ഹമാസിന്റെ ഒരു ടാക്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരാഴ്ച 2 ആഴ്ച എടുത്ത് ഈ ഒരു ബന്ദികളെ വിട്ടുകൊടുക്കുന്ന ഓരോ മൊമെന്റിലും അവർക്ക് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതായത് ഹമാസ് ഇപ്പോഴും ഭയങ്കര ഊർജ്ജസ്വലതയോടുകൂടി പഴയ അതേ പ്രതാപത്തോടുകൂടി ഗാസയിൽ നിലനിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രാമ നടത്തും. നിങ്ങൾ നോക്കിക്കോ, ഇസ്രായേൽ കൃത്യമായിട്ട് ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് യുവമാരുടെ ഓരോ റിലീസിന്റെ തലേദിവസവും കൃത്യമായിട്ട് ഡേറ്റ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ആരെ എങ്ങനെ ഏത് രീതിയിൽ എന്ന് പറഞ്ഞിട്ട് എവിടെ വെച്ച് എങ്ങനെ വെച്ച് വധിച്ചു എന്നുള്ളത് സൈക്കോളജിക്കൽ വാർഫെയർ മെത്തേഡിൽ IDF കൃത്യമായിട്ട് ഡേറ്റാസ് പുറത്തുവിടും. അതായത് യുവമാരുടെ ആ ഒരു സെലിബ്രേഷൻ, ഈ ഒരു റിലീസ് ചെയ്യുന്ന ആ മൊമെന്റിൽ, അത് ബന്ദികളെ വിട്ടുകൊടുക്കുന്ന റിലീസ് ചെയ്യുന്ന ആ ഒരു മൊമെന്റിൽ ഉണ്ടാകുന്ന സെലിബ്രേഷൻ അല്ലേ, ആ സെലിബ്രേഷനെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള എല്ലാ സെറ്റപ്പുകളും ഇസ്രായേൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ കൂടുതൽ യുവമാർ തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ യുവമാരുടെ ഓരോ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തെടുത്ത് വിടും. എന്തൊക്കെയാണ് IDF ചെയ്തത്, ഏത് രീതിയിലാണ് യുവമാരുടെ ഓരോ ലീഡേഴ്സിനെയും വധിച്ചത്, എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് പുറത്തുവിടും. ഇസ്രായേലിന്റെ കാര്യങ്ങളാണെങ്കിൽ, മൊസാദ് ചെയ്ത പ്രവർത്തികളാണെങ്കിൽ അതിനകത്ത് അത് വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അതിന്റെ ടെക്നിക്കുകൾ അറിയാനും തന്നെ ഒരുപാട് ക്യൂരിയാസിറ്റി ഉണ്ടാവും. ആ രീതിയിലാണ് ഇസ്രായേലിന്റെ ഓരോ ഓപ്പറേഷൻസും. അതായത് ഇവരുടെ ലീഡേഴ്സിന്റെ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്, എത്ര പേരെ കൊന്നു എന്നുള്ളത്. അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവന്മാർ കണ്ണു തള്ളിപ്പോകുന്ന അവസ്ഥയാണ്. ആ രീതിയിലുള്ള കമാൻഡോസും ഹമാസിന്റെ പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ഒറ്റ ഒരുത്തന്മാർ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഇത് ഈ പുറമെ ഇവര് പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് സൈഡിൽ, ഈ ഹമാസ് ഒരു സൈഡിൽ, ഈ പാലസ്തീനിയൻ അതോറിറ്റിയുടെ ഫത്തേ പാർട്ടിയുടെ സെക്യൂരിറ്റി വിങ് ഒരു സൈഡിൽ, അവർ ഒഫീഷ്യൽ സെക്യൂരിറ്റി ആയിട്ടാണ്. അതായത് ഒരു രാജ്യത്തിന്റെ സുരക്ഷാ ഭടന്മാർ എന്താണ് ചെയ്യുന്നത്, അത് ആ ഒരു ലെജിറ്റിമേറ്റ് ഉള്ള ആൾക്കാരാണ് ഈ ഒരു പാലസ്തീനിയൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അവരാണ് PA, പാലസ്തീനിയൻ അതോറിറ്റി. അപ്പൊ ഇവരെല്ലാരും കൂടെ കൂട്ടത്തിലാണ് ഈ ഒരു വെസ്റ്റ് ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു പാലസ്തീനിയൻ അതോറിറ്റി ഒരു പക്ഷേ ഈ ഒരു ഗ്ലോബൽ ഫോഴ്സിന്റെ, അതായത് ഖത്താർ ഉൾപ്പെടെയുള്ള, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഈ പാലസ്തീനിയൻ അതോറിറ്റി ഗാസ ഏറ്റെടുക്കാൻ ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഇതിന്റെ ചർച്ച. നെതന്യാഹു എന്തുകൊണ്ടാണ് ഈ ഒരു പാലസ്തീനിയൻ അതോറിറ്റി വേണ്ട എന്ന് പറയുന്നത്, അത് വളരെ കൃത്യമായിട്ടൊരു ആൻസർ ആണ്. അതായത് പാലസ്തീനി ഇപ്പൊ ഒരു പാലസ്തീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്ഥലമുണ്ട്. അതെവിടെയാണ്? വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത് നിലനിൽക്കുന്ന കുറച്ച് സ്ഥലം, അതാണ് പാലസ്തീനിയൻ അതോറിറ്റി എന്ന് പറയുന്നത്. ഈ ഗാസയെ ഒരിക്കലും ഈ ഒരു പാലസ്തീനിയൻ അതോറിറ്റി ഏതാണ്ട് 2007 ഈ ഗാസയിൽ നിന്നും ഈ മുഹമ്മദ് അബ്ബാസ് എന്ന് പറയുന്ന ഈ ഒരു ഫത്തേ പാർട്ടിയുടെ നേതാവ് ഇവിടെ നിന്ന് പുറത്തു പോയതാണ്. അതിനുശേഷം ഗാസയും ഈ ഒരു പാലസ്തീനിയൻ അതോറിറ്റി എന്ന് പറയുന്ന ആ ഒരു വെസ്റ്റ് ബാങ്കും തമ്മിൽ വലിയ ബന്ധമില്ല എന്നുള്ളതാണ്. ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, വരുന്നുണ്ട്, കൃത്യമായ പെർമിഷൻസ് ഒക്കെ മേടിച്ച് ഗേറ്റ് ഒക്കെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഗവൺമെന്റ് തലത്തിൽ അങ്ങനെ ഒരു ബന്ധമില്ല. മറിച്ച് വെസ്റ്റ് ബാങ്കിൽ പാലസ്തീനിയൻ അതോറിറ്റിക്ക് ഉള്ളിൽ ഈ ഒരു പാലസ്തീനിയൻ സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ അഥവാ പാലസ്തീനിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞ ആ ഒരു ഏരിയക്കുള്ളിൽ ഈ ഒരു അബ്ബാസിന്റെ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഗാസയ്ക്ക് കിട്ടാറില്ല. കാരണം ഗാസ അണ്ടർ ഹമാസിന്റെ നിയന്ത്രണത്തിലാണ്, ഹമാസിന്റെ മാത്രം നിയന്ത്രണത്തിലാണ്, ഹമാസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അബ്ബാസിന് യാതൊരു ബന്ധമില്ലായിരുന്നു. അതുകൊണ്ട് UN-ലായിക്കോട്ടെ എവിടെയായാലും ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത് വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളില് ഈ മുഹമ്മദ് അബ്ബാസ് നയിക്കുന്ന ആ ഒരു പാലസ്തീനിയൻ അതോറിറ്റിയാണ് എല്ലാ സ്ഥലത്തും പ്രൊജക്ട് ചെയ്യുന്നത്, പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ഗാസയെ എവിടെയും അങ്ങനെ എടുത്തുകൊണ്ട് പ്രൊജക്ട് ചെയ്യാറില്ല ഈ ഒരു മുഹമ്മദ് അബ്ബാസ്. കാരണം ഈ ഒരു അന്താരാഷ്ട്ര ഫോറംസിലായിക്കോട്ടെ ഏതൊരു മേഖലയിലും ഈ ഹമാസ് ലീഡേഴ്സിനെ ഒരിക്കലും അംഗീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രത്തിന്റെ നേതാവായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടോ എവിടെയും വിളിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത് എപ്പോഴും ഈ മുഹമ്മദ് അബ്ബാസ് ഫത്തേ പാർട്ടിയുടെ ലീഡർ നയിക്കുന്ന വെസ്റ്റ് ബാങ്കിലുള്ള ടെറിട്ടറി ഓഫ് പാലസ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയാണ് എല്ലാ ഗ്ലോബൽ ഫോറത്തിലും റെപ്രസെന്റ് ചെയ്യുന്നത്.
ആ ഒരു പാലസ്തീനിയൻ അതോറിറ്റിക്ക് ഗാസയിൽ ഒരു പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ മുഹമ്മദ് അബ്ബാസ് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇനി റെപ്രസെന്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു വെസ്റ്റ് ബാങ്കിന്റെ പാലസ്തീൻ ടെറിട്ടറിയോട് ചേർത്ത് ഈ ഒരു ഗാസയും കൂടെ റെപ്രസെന്റ് ചെയ്യും. മനസ്സിലായോ? അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇത് ഇസ്രായേലിന് അൺസൈക്കബിൾ ആണ്. ഇസ്രായേലിന് ഇത് പറ്റത്തില്ല. കാരണം ഈ ഒരു ഗാസ എന്ന് പറഞ്ഞൊരു സ്ഥലം നിരന്തരമായിട്ട് ഈ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായിട്ട് ഇതിനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൽ ഇപ്പോഴും നിലവിലെ സ്റ്റുഡൻസുകൾക്കെല്ലാം ഈ ഒരു ജൂത വിരോധം പഠിപ്പിച്ചിട്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ UN തന്നെ പലതവണ വന്ന് ഇന്റർനാഷണൽ കോർട്ട് വരെ വന്ന് തെളിവ് സഹിതം കയ്യോടെ പിടികൂടിയതാണ് ഇവരുടെ ഈ സ്റ്റഡി ചെയ്യുന്ന ഈ ഒരു എഡ്യൂക്കേഷൻ മെത്തേഡ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഗാസയ്ക്കുള്ളിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവരെ കൺട്രോൾ ചെയ്യണം, ഇവരെ ഒന്ന് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 20 വർഷമെങ്കിലും എടുക്കും. അതായത് ഒരു ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ മാറ്റി കൊണ്ടുവന്നതിന് തന്നെ. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ജനങ്ങൾ ഇസ്രായേലിന്റെ ഉള്ളിലെ ഓരോ അറബ് പാലസ്തീനിയും എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ഗാസയിലെ ജനങ്ങളെ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 20-25 വർഷം ടൈം എടുക്കും. പക്ഷെ അതിനെന്താണ് വേണ്ടത്? അതിന് ഹമാസ് അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടണം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പാലസ്തീനിയൻ അതോറിറ്റിയെ ഇവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഹമാസ് ഇപ്പോഴും പാലസ്തീനിയൻ അതോറിറ്റി നയിക്കുന്ന ആ വെസ്റ്റ് ബാങ്കിൽ വളരെ ഫ്രീ ആയിട്ട് പോയി വരാൻ പെർമിഷൻ ഉള്ള ആൾക്കാരാണ്. അവരുമായിട്ട് പല തലത്തിലും ചർച്ചകൾ നടത്തുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഒരു ചർച്ചയുടെ ഒരു ബാലൻസിന്റെ പേരിലാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വയ്യാവലിയും കൂടാതെ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കാതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഇത് ഉള്ളിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അന്തർധാര വളരെ സജീവമാണ്. അപ്പൊ ആ രീതിയിൽ ഇരിക്കുന്ന ഒരു പാലസ്തീനിയൻ അതോറിറ്റിയെ ഗാസയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് ഗാസയും കൂടെ ഒരു ലെജിറ്റിമേറ്റ് 2 സ്റ്റേറ്റ് തിയറിയിൽ ഉൾപ്പെടുത്താൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. ഇതുകൊണ്ടാണ് നെതന്യാഹു നഖശികാന്തം ഈ പാലസ്തീനിയൻ അതോറിറ്റി ഗാസയ്ക്കുള്ളിൽ വേണ്ട എന്ന് നിർബന്ധം പിടിക്കുന്നത്. ഇതാണ് ഇതിന്റെ യഥാർത്ഥ വശം. അത് മനസ്സിലാക്കുക. ബ്ലൈൻഡ് ആയിട്ട് നെതന്യാഹു അങ്ങ് എതിർക്കുന്നതല്ല പാലസ്തീൻ അതോറിറ്റി വേണ്ട, ഹമാസ് പിന്നെ ഒട്ടും തന്നെ വേണ്ട, ആ രീതിയിലാണ്. അതുകൊണ്ടാണ് നെതന്യാഹു ചോദിക്കുന്നത് ഒരു ഫോറിൻ ബോഡി. ഖത്താർ എന്തായാലും വേണ്ട, അവൻ ടോട്ടലി തീവ്രവാദിയാണ്. തീവ്രവാദം എന്ന് പറഞ്ഞാൽ അമ്മാതിരി തീവ്രവാദത്തിന് തുണ പോകുന്ന വ്യക്തിയാണ് ഖത്താർ. പലതവണ പല ഇന്റർനാഷണൽ ഫോറംസിലൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പിന്നെ ഏതോ ഈ അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇങ്ങനെ പതിയെ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇസ്രായേൽ പ്രഷർ ചെയ്യുന്നത് സൗദി അറേബ്യയും UAEയും കൂടെ കൂടി ചേർന്നിട്ട് എങ്ങനെയെങ്കിലും നിങ്ങളൊരു അഡ്മിനിസ്ട്രേഷൻ അതിനകത്ത് ഉണ്ടാക്കുമെന്ന്. ഏറ്റവും കൂടുതൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, എബ്രഹാം അക്കോർഡിൽ സൈൻ ചെയ്ത ആൾക്കാർ. അപ്പൊ അവരെ വെച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു അഡ്മിനിസ്ട്രേഷൻ അവിടെ ഉണ്ടാക്കുമെന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പറയുന്നത്. പക്ഷെ ഇവന്മാർക്ക്, ഞാൻ ചോദിക്കട്ടെ, UAE പോലുമല്ല, ഈ സൗദി അറേബ്യ 2 സ്റ്റേറ്റ് തിയറിയിൽ വളരെ ഉറച്ചു നിൽക്കുന്ന ഈ ഒരു സൗദി അറേബ്യ എന്തുകൊണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻ എടുക്കത്തില്ല? കാരണം അവർക്ക് ഇതൊന്നും ചുമക്കാൻ വയ്യ. അവർക്കറിയാം ഇത് തീവ്രവാദമാണ്, ഇത് പ്യൂർ ആയിട്ടുള്ള മത തീവ്രവാദമാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന രാജ്യമാണ് സൗദി അറേബ്യ. അവരിത് ഏറ്റെടുക്കത്തില്ല. അവർക്ക് എല്ലാ കാലത്തും ഇസ്രായേലിനെ കൗണ്ടർ ചെയ്ത് ഒരു ബാലൻസ് ചെയ്ത് നിർത്താനും മിഡിൽ ഈസ്റ്റിൽ ഒരു ഡോമിനേഷൻ നേടാനും ഈ ഒരു ഗാസ എന്ന് പറഞ്ഞ ഒരു മേഖല എപ്പോഴും ഇങ്ങനെ ഒരു ലൈം ലൈറ്റിൽ നിലനിർത്തി പോകണം. ഓരോ 5 വർഷം കൂടുമ്പോഴും, ഓരോ 10 വർഷം കൂടുമ്പോഴും, ഓരോ 15 വർഷം കൂടുമ്പോഴും ബോംബേറും യുദ്ധങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അതിനെ തീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇടപെടണം. പല നെഗോസിയേഷൻസ് നടക്കണം. വെസ്റ്റേൺ കൺട്രീസ് ഇടപെടണം. അതിലൂടെ ധാരണയാവണം. ആള് കളിക്കണം. വലിയ കിങ്ഡമായിട്ട് ഇരിക്കണം. ഈ രീതിയിലുള്ള ധാരണകളാണ് അതിനകത്തുള്ളത്. അല്ലാതെ ഇവർക്കൊന്നും മനുഷ്യത്വപരമായിട്ടുള്ള യാതൊരു ചിന്തയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇസ്രായേൽ പറഞ്ഞ ഓപ്ഷൻ എത്ര മനോഹരമാണ്. ഇവർക്ക് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ അറബ് കമ്മ്യൂണിറ്റി, ഇവർ OAC ഒക്കെ നടത്തുന്ന ആൾക്കാരല്ലേ, ഇവരല്ലേ 38 പോയിന്റ്സ് ഒക്കെ ഉണ്ടാക്കി സൈൻ ചെയ്തത്. ഇവർക്ക് ഒരു OAC സംഘടനയിൽ നിന്ന് ഒരു വ്യക്തമായിട്ടൊരു 4 ആൾക്കാരെ തെരഞ്ഞെടുത്ത് ഇവർക്ക് അതിനെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടെമ്പററി ആയിട്ട് ബംഗ്ലാദേശിൽ യൂനസിനെ നൂലിൽ കെട്ടിയിറക്കിയല്ലോ. അതേപോലെ ഒരാളെ കെട്ടിയിറക്കാലോ. വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗാസ നൂലിൽ കെട്ടിയിറക്കാൻ. ഇറക്കി കൺട്രോൾ ചെയ്യണമെന്നേ. ഈ ഫണ്ടുകൾക്കൊക്കെ ഒരു ട്രാൻസ്പെറൻസി വരുത്തണം. കൃത്യമായി മോണിറ്റർ ചെയ്ത് പോകാൻ പറ്റും. ഇത് വലിയ സ്ഥലമൊന്നുമല്ല. ഒരു 60 കിലോമീറ്റർ നീളവും ഒരു 40 കിലോമീറ്റർ വിസ്തീർണമുള്ള ചെറിയൊരു സ്ക്വയറാണ്. അപ്പൊ യുവമാർക്ക് എന്താണ് വേണ്ടത്? യുവമാർക്ക് വേണ്ടത് ഇവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാ കാലത്തും ഇവർക്ക് ഇസ്രായേലിനെ, യഹൂദനെ എതിർത്തുകൊണ്ടിരിക്കണം. അത് തന്നെയാണ് ഇവരുടെ ഫണ്ടമെന്റലിസം. ഈ ഫണ്ടമെന്റലിസം ഡയറക്റ്റ് ആയിട്ട് പുറത്ത് കാണിക്കുന്ന ആൾക്കാരാണ് ഹമാസ്. ഈ ഫണ്ടമെന്റലിസം ഡയറക്റ്റ് പുറത്ത് കാണിക്കാത്ത ആൾക്കാരാണ് ഈ മറ്റുള്ള ഇതിനെ പിന്തുണച്ച് നിൽക്കുന്ന ഈ പെട്ട മറ്റുള്ള ആൾക്കാർ. ഇത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. ഇവരെ ബ്ലെയിം ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഗാസയിലുള്ളത് ജസ്റ്റ് 20-22 ലക്ഷം ആൾക്കാർ. ആ രീതിയിലുള്ള ഒരു ചെറിയ തോതിലുള്ള ജനങ്ങളെ പോലും ഇവർക്ക് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് ഇവർ ഇത്രമാത്രം കൺസേൺ അറിയിക്കുന്ന ആൾക്കാർ, ഇവർ ഇത്രമാത്രം ദുഃഖിക്കുന്ന, ഇവർ ഇത്രമാത്രം വേദനിക്കുന്ന എന്തുകൊണ്ട് ഇതിന് തയ്യാറാകുന്നില്ല? ഇത് ആരും ഇപ്പോൾ ഒരു ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ വന്നിരുന്ന അവരുടെ ഡെയിലി അറ്റൻഡൻസിൽ ഒപ്പിടേണ്ട കാര്യമില്ല. ഒരു അഡ്മിനിസ്ട്രേഷൻ ഏർപ്പാടാക്കാനാണ് പറയുന്നത്. ഇസ്രായേലിന്റെ നിയന്ത്രണം ഉണ്ടാവും. എന്തുകൊണ്ട് ഇവർ ആ ജനങ്ങളുടെ കാര്യത്തിൽ ഇത്രമാത്രം തീരുമാനിക്കുന്നില്ല? അപ്പൊ ഇവരാരും ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡേഴ്സ് അല്ല. ഇവരൊരു ലീഡർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ കാര്യം ചെയ്തേനെ.
ഇനി അതൊരു വഴിയിൽ അവിടെ കിടക്കട്ടെ. ഇസ്രായേലിന്റെ ഉള്ളിൽ ഈ ഫാർ റൈറ്റ് പാർട്ടികളിലുള്ള ആൾക്കാരൊക്കെ പിന്നെ ഇതുപോലെ റെസിഗ്നേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ബെൻഗിവർ പറഞ്ഞിരിക്കുന്നത് എനിക്ക് സർക്കാരിനെ വലിച്ചിടണമെന്ന് താല്പര്യമൊന്നുമില്ല, ഞാൻ എന്റെ പൊസിഷനിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്യുന്നതാണ് പറയുന്നത്. അത് പാർലമെന്റ് ഈ ഒരു നെസറ്റിന്റെ മെമ്പർഷിപ്പിൽ നിന്നും വിഡ്രോ ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ പല എം പിമാർ 2-3 ആൾക്കാർ 4-5 ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെറ്റർ ഇവർ റെസിഗ്നേഷൻ ലെറ്റേഴ്സ് എല്ലാം ഇവർ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സബ്മിറ്റ് ചെയ്ത ലെറ്റേഴ്സ് എഫക്റ്റീവ് ആവാൻ 48 hours വേണ്ടി വരും. നെസറ്റ് കൂടിയിട്ട് നെസറ്റിൽ തീരുമാനിക്കും എന്താണ് കാര്യം എന്നുള്ളത്. മെജോറിറ്റി ഒന്നുകൂടെ നോക്കേണ്ടി വരും. അപ്പൊ അതിൽ നെതന്യാഹുവിന് പിന്തുണ കൊടുക്കാനുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഒരു വിശ്വാസ വോട്ടെടുപ്പ് നെതന്യാഹുവിന് നേരിടേണ്ടി വരും എന്നാണ് വിലയിരുത്തൽ. നെസറ്റിലെ പോളിസി അനുസരിച്ച് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഘടകകക്ഷിയിലുള്ള ആൾക്കാർ റെസിഗ്നേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസ വോട്ടെടുപ്പ് നിർബന്ധമാണ്. ഇനി അഥവാ വിശ്വാസ വോട്ടെടുപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം അഥവാ ഭരിക്കുന്ന ആൾ, അതായത് പ്രൈം മിനിസ്റ്റർക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നെസറ്റിൽ അഥവാ തോന്നുന്നു നമുക്ക് മെജോറിറ്റി ഇല്ലാന്ന് തോന്നുന്നെങ്കിൽ അവർക്ക് അത് പിരിച്ചുവിടാം, പിന്നെ അടുത്ത ഇലക്ഷനിലോട്ട് പോകേണ്ടി വരും. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ നെതന്യാഹുവിന് ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള കുറച്ച് ആൾക്കാർ സപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ഒരു ന്യൂസ് ഉള്ളത്. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് നെതന്യാഹു അവരെ വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ ഒരു ഫാമിലീസ് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ഹാപ്പിനെസ്, ഈ ഒരു ബന്ദികളെ വിട്ടുകിട്ടിയതിനുള്ള ആ ഒരു ഊർജ്ജം ഇസ്രായേലിന്റെ ജനങ്ങൾക്ക് കുറച്ചുകൂടെ എനർജി പകരുന്നുണ്ട്, ഊർജ്ജം പകരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ആ രീതിയിൽ നെതന്യാഹു ഇലക്ഷനിൽ നിന്നാലും ജയിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വിശ്വാസ വോട്ടെടുപ്പിൽ തന്നെ കുറച്ച് ഓപ്പോസിറ്റ് ലീഡേഴ്സ് ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിവേ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ ഡെവലപ്മെന്റ്സ് കണ്ടറിയാൻ പോകുന്നത്. അതിന്റെ ഇടയ്ക്ക് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഇസ്രായേലിന്റെ ഉള്ളിൽ അതിരൂക്ഷമായിട്ട് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പൊ അതിനെ ചൊല്ലി ചില തർക്കങ്ങളും നെസറ്റിൽ ചില വോട്ടെടുപ്പുകളൊക്കെ വരാനുള്ള സാധ്യതയാണ് ഈ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്ഡേറ്റ്സ് വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും ഞാൻ അടുത്ത വീഡിയോസിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.